Hi guys, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുറേ അധികം പ്രൊഡക്റ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 3 മാസമായിട്ട് ഞാൻ കഴിയുന്ന പ്രൊഡക്റ്റിലെല്ലാം ഒരു സ്ഥലത്ത് തന്നെ റിവ്യൂ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15-20 പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. 3 മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് സ്കിൻ കെയർ, ബോഡി കെയർ, ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പ്രൊഡക്റ്റുകൾ തീരുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടില്ല. കുറേ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ എടുത്ത് വെച്ചില്ല. ആ സമയത്ത് ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ചെയ്യണം എന്നുള്ളതിൻ്റെ സോഫ്റ്റ് ആക്കി വെക്കുന്നുണ്ട് നമ്മുടെ സ്കിന്ന്. ബട്ട് അതർ ദാൻ ദാറ്റ് സ്ക്രബ്ബർ അല്ലേ ഈശ്വര. അങ്ങനെ കറണ്ടും പോയി. ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ പോകുന്നുള്ളത് അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് മെയിൻലി നല്ല സോഫ്റ്റ് ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ബോഡി സ്ക്രബൊക്കെ മതി, സട്ടിലായിട്ടുള്ളൊരു ബോഡി സ്ക്രബ് മതി, ഒരുപാട് ഹാർഷായിട്ടുള്ള ബോഡി സ്ക്രബ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വാങ്ങാം. അതല്ലാതെ എനിക്ക് ആക്ച്വലി ഇത് അത്ര ഇഷ്ടമില്ല. ഓക്കെ, വിൽവയുടെ ബോഡി സ്ക്രബിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത പ്രൊഡക്റ്റ് വിൽവയുടെ ഇത് കുക്കീസ് ആൻഡ് ക്രീം ബോഡി മാസ്ക് ആണ്. ഇതിൽ ആൽമണ്ട് മിൽക്ക്, കോഫി, നിയാസിനമൈഡ് ഉണ്ട്. ഇത് രണ്ടിൻ്റെയും പ്രൈസ് ഏകദേശം 699 റുപ്പീസ് വരുന്നുണ്ട്. ഡോവിൻ്റെ ബോഡി സ്ക്രബും ഏകദേശം 700 റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു ബോഡി മാസ്ക് ഇറ്റ്സ് എ സൂപ്പർ ബോഡി മാസ്ക്. ദ ഓൺലി പ്രോബ്ലം ഇസ് നമ്മൾ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്ന മാതിരി തന്നെ മുഖം നന്നായിട്ട് കഴുകി നമ്മൾ എന്നിട്ടല്ലേ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഉള്ള മുഖത്ത് വയ്ക്കും അല്ലേ. അപ്പം ഇതും അതേമാതിരി തന്നെ നന്നായിട്ട് ബോഡി വാഷ് ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം നമ്മൾ ബോഡി മാസ്ക് അപ്ലൈ ചെയ്യണം. 20-25 മിനിറ്റ്സോളം നമ്മൾ ബാത്റൂമിൽ നിൽക്കണം. അതാണ് ആകെയുള്ള പ്രശ്നം. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റാൻഡ് 20-25 മിനിറ്റ്സ് ഇൻ ബാത്റൂം. അത് മാത്രമാണ് പ്രശ്നം. നമുക്ക് ആഴ്ചയിലൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. പിന്നെ എന്തെങ്കിലും പാമ്പറിങ് സെഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. നല്ല മണമാണ്. ഇത് കുളിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി ലോഷൻ്റെ ആവശ്യം തന്നെ ഇല്ല. അത്ര സോഫ്റ്റായിട്ട് നമ്മുടെ സ്കിൻ വരുന്നതാണ്. ദ ഓൺലി പ്രോബ്ലം ഐ ടോൾഡ് യു ലൈക്ക് ഐ ക്യാൻ സ്റ്റാൻഡ് ദെയർ ഫോർ 20-25 മിനിറ്റ്സ്. പക്ഷേ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. നമ്മുടെ കൈമുട്ടിൽ കറുപ്പൊക്കെ പോകാൻ ഇത് പെർഫെക്റ്റ് ആണ്. പിഗ്മെൻറ്റേഷൻ മാറാൻ ബോഡിയിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഇത് പോകാനും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇനി വാങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ ഉറപ്പായിട്ടും വാങ്ങും. ഇത് എനിക്ക് തോന്നുന്നു ഇത് അവരുടെ ബെസ്റ്റ് സെല്ലർ കൂടിയാണ്, അവരുടെ വിൽവ മിൽക്ക് ബോഡി മാസ്ക്. ഇത് സമയം കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ഈ പറ്റിയാൽ ഉറപ്പായിട്ടും വാങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് ബോഡി സ്ക്രബിൻ്റെ ബോഡി കെയറിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഹെയർ കെയറിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ കുറച്ചധികം പ്രൊഡക്റ്റുകളുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഷാംപൂവിൽ നിന്ന് തുടങ്ങാം. ഇത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ എൻ്റെ കംപ്ലീറ്റ് ഹെയർ കെയർ റൂട്ടീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. ഇനിയും റീപർച്ചേസ് ചെയ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങും. ഇത് അവേദയുടെ ബൊട്ടാണിക്കൽ റിപ്പയർ സ്ട്രെങ്തനിങ് ഷാംപൂ പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്റ്റാണ്. ഐ ലവ് ദിസ് പ്രൊഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഉറപ്പായിട്ടും ഞാൻ ഓൾറെഡി 4-5 കുപ്പി യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡാണിത്. ഇത് ഇനി വാങ്ങുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇത് ഞാൻ ഉറപ്പായിട്ടും വാങ്ങുന്നതാണ്. ഇച്ചിരി പ്രൈസിയാണ്. പിന്നെ എൻ്റെ ഡ്രൈ സ്കാൽപ്പും ഡ്രൈ ഹെയറുമാണ്. അതിന് ഇത് പെർഫെക്റ്റാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുടി ഭയങ്കര സോഫ്റ്റാണ്. ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇവരുടെ കംപ്ലീറ്റ് റേഞ്ച് തന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ റേഞ്ച് തന്നെ ഇഷ്ടമാണ്. പിന്നെ ഇനി അല്ലാതെയുള്ള വേറൊരു പ്രോഡക്റ്റ് ഞാൻ കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് ഇത് എർത്ത് കളക്റ്റീവ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കണ്ടീഷണറാണ്. ഷാംപൂ ഞാൻ കളഞ്ഞു. എനിക്കിത് ഇഷ്ടമായതേ ഇല്ല. ഇത് ആക്ച്വലി ഓയിലി ഹെയർ എന്നുള്ളതാണ് ഞാൻ വാങ്ങിയത്. ആ സമയത്ത് ഞാൻ വാങ്ങുന്ന സമയത്ത് എൻ്റെ മുടി ഭയങ്കര ഓയിലി ആയിരുന്നു. പക്ഷേ ഇത് ഉള്ള ഓയിലൊക്കെ മാറ്റി ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആക്കി. ഞാൻ ജസ്റ്റ് ഓയിലി ഹെയർ എന്നുള്ളത് ഉദ്ദേശിച്ചത് ഹെയർ ആണോ സ്കാൽപ്പാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതെൻ്റെ കണ്ടീഷണർ ആയാലും ഷാംപൂ ആയാലും ഇത്തിരി പ്രൈസിയാണ് ഈ പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 900 റുപ്പീസോ 1000 റുപ്പീസോ സംതിങ് ഉണ്ട്. ഇത് ഭയങ്കര വേസ്റ്റ് പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അത് വാങ്ങുകയല്ലേ, ഇത് കളയാൻ നോക്കും. ഇനിയും പ്രൊഡക്റ്റ് ഇത്രത്തോളം ബാക്കിയുണ്ട്. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല, കളയാൻ പോവാണ്.
അടുത്തത് ഈ ഒരു ഡബ്ബ ഞാനൊരു 3-4 ഡബ്ബ ഓൾറെഡി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ അർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ സ്മൂത്ത് ആൻഡ് സെറൈൻ 2 മിനിറ്റ് മാജിക് മാസ്ക് ആണ്, ഹെയർ മാസ്ക് ആണ്. നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ബോഡി വാഷൊക്കെ കളയണ വരെ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക. അപ്പം മുടി നല്ല സോഫ്റ്റായിട്ട് വരും എന്നാണ് ഹെയർ മാസ്കിൻ്റെ ഉദ്ദേശം. ഓക്കെ, ആൻഡ് ഇത് വലിയ കുഴപ്പമില്ലാത്ത തരക്കെട്ടില്ലാത്ത പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് 3-4 പ്രാവശ്യം വാങ്ങിയത്. പക്ഷേ മൈ ഓൾ ടൈം ഫേവറേറ്റ് ഇസ് ദിസ് വൺ. അവേദയുടെ ഹെയർ മാസ്കാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഞാൻ കുറേ കോമ്പോസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഈ 2 കോമ്പോ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവേദയുടെ ഷാമ്പുവും ഈ ഒരു ഹെയർ മാസ്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഷാമ്പു ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. ആ കോമ്പിനേഷനിൽ വരുമ്പോൾ എൻ്റെ മുടി ഈ മാസ്ക് അവേദയുടെ ഷാമ്പുവിൻ്റെ ഒപ്പം യൂസ് ചെയ്യുമ്പോൾ അത്ര ഗുണമായി തോന്നുന്നില്ല. ഇവരുടെ ഷാമ്പൂവിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആണ്. പക്ഷെ എന്നാലും സാധാരണ എൻ്റെ ഡ്രൈ ഹെയറിനെക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റാക്കി വെക്കുന്നുണ്ട്. ഈ വിലയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അടുത്തത് പിന്നെ ഞാൻ തീർത്ത 2 പ്രൊഡക്റ്റും, ഒന്ന് ഹെയർ ഗ്രോത്ത് സെറവും, ഒന്ന് മൾട്ടി പെപ്റ്റൈഡ് സെറവുമാണ്. ഇത് രണ്ടും ഇത് ഓൾറെഡി ഞാൻ 3-4 ബോട്ടിൽ തീർത്തു. ഇതും 3-4 ബോട്ടിൽ ഞാൻ തീർത്തു. എൻ്റെ മുടി ഇപ്പോൾ കുറേ ബേബി ഹെയർസ് ഈ പൊങ്ങിയിരിക്കുന്നൊക്കെ പുതിയ ബേബി ഹെയർസാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് വർക്ക്സ്. എൻ്റെ മുടിയുടെ ദ ഓർഡിനറിയുടെ മൾട്ടി പെപ്റ്റൈഡ് സെറമാണ് ഇത്. ഞാൻ കുളി കഴിഞ്ഞ ദിവസം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും. മാറിയിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത്. സ്കാൽപ്പിൽ നന്നായിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യും. എന്നിട്ടൊരു കിടക്കുന്നതിന് തൊട്ട് മുന്നേ അല്ല, കുറച്ച് മുന്നേ തന്നെ അപ്ലൈ ചെയ്യും. കാരണം നന്നായിട്ടൊന്ന് തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ 2 ഡേയ്സ് കൂടുമ്പോഴാണ് ഞാൻ തല വാഷ് ചെയ്യുന്നത്. അപ്പം ഈ 2 ദിവസം ഞാൻ ഒട്ടും ഓയിലി ഇല്ല, ഒട്ടും സ്റ്റിക്കിനെസ് ഇല്ല, നമ്മൾ തേച്ചതായിട്ട് തന്നെ അറിയുന്നില്ല. ആൻഡ് ദിസ് 2 പ്രൊഡക്റ്റ് ഇനി പറയാനുള്ളതെന്നുള്ളത് ഇത് ഓൾറെഡി വൈറൽ പ്രൊഡക്റ്റാണ്. ഓർഡിനറിയുടെ ഈ ഒരു മൾട്ടി പെപ്റ്റൈഡ് സെറവും അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇറ്റ്സ് വർക്ക്സ്, ദിസ് വൺ വർക്ക്സ്. ഓക്കെ, അടുത്തത് എൻ്റെ കയ്യിലുള്ളത് കുറേ ഫേസ് വാഷസ് ഉണ്ട്.